Hi dear friends, welcome back. Assalamualaikum. ഇന്ന് നമ്മളൊരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കുസ്ക റൈസ്. കുസ്ക റൈസ് എന്ന പേര് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു പരിചയം ഉണ്ടാവും, എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നമ്മൾ മസാലയൊക്കെ പേസ്റ്റാക്കി തയ്യാറാക്കുന്നൊരു റൈസ് ആയതുകൊണ്ട് ആ മസാലയൊക്കെ റൈസിലൊക്കെ ഇറങ്ങി നല്ലൊരു ഫ്ലേവറാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 2 വലിയ സൈസുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ചെറിയ തക്കാളി, 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി ഒരു 6-7 ഇല്ലി. ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മല്ലിയില പുതിനയില ഓരോ പിടി, പിന്നെ ഒരു ബൗളിൽ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചിക്കന് 1 kg വരുന്നുണ്ട്. പിന്നെ ബസുമതി റൈസുമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു 2.5 കപ്പ് ബസുമതി റൈസും. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 3/4 ഭാഗം ഉള്ളി ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ച് നമ്മളവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാലകളൊക്കെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയും നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 3/4 ഭാഗം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് റെഡി ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതും നമ്മൾ കുറച്ച് തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു 3/4 ഭാഗം തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില പുതിനയില അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും പുകഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ മുളക് പൊടി പച്ചമുളകും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് റെഡി ആയതിന് ശേഷം എല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. എല്ലാം കൂടെ പോയിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ഒരു പാന് അടുത്ത സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ 2 ബേ ലീവ്സ്, പിന്നെ നമ്മൾ ഗരം മസാല സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മസാല ഒന്ന് ചൂടാറിയിട്ടും പേസ്റ്റ് ആക്കിയും വെക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വലിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ആയതിന് ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഇട്ട എല്ലാ മസാലപ്പൊടികളും ലേശം ചെറിയ അളവിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാ മസാലപ്പൊടികളും നേരത്തെ ഇട്ട എല്ലാ മസാലപ്പൊടികളും കുറഞ്ഞ അളവിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മളെ ഈ മസാലക്കും കൂടെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതായതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി നേരത്തെ ബൗളിൽ മാറ്റി വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ വേണത് ശരിയാക്കി എടുക്കാൻ. നല്ല തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വറ്റി പോയിട്ട് അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചിക്കൻ ഇതിൽ കിടന്നിട്ട് നമുക്കൊന്ന് വേവിക്കണം.
അപ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ഈ ചിക്കൻ ഈ മസാലയിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കുക. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതിലേക്ക് നമ്മുടെ അരിയുടെ ഡബിളായിട്ട് വെള്ളം, ഇപ്പോൾ 2.5 കപ്പ് അരിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഡബിളായിട്ട് 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളം കൂടി ഇടുമ്പോൾ നമ്മുടെ ചോറിന് കുറച്ച് മുന്തിയ രീതിയിൽ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരു 3/4 വേവ് ഇതിൽ തന്നെ കിടന്നിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസുമതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിം ആയാൽ ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിപ്പോവും, നമ്മളെ റൈസ് കുക്കാവില്ല. ലോ ഫ്ലെയിം ആയാലോ നമ്മൾ ഓവർ കുക്കായിട്ടും പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് എപ്പോഴും കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു കൊടുക്കുക. ഇതാ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഞാനിന്ന് ദമ്മ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തൊരു ഫോയിൽ പേപ്പർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല, എന്നാൽ കുറച്ച് വെള്ളം അതിലുണ്ട്. ആ ഒരു രീതിയിലാകുമ്പോഴാണ് ഇത് ദമ്മ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. ഇന്ന് ഞാനൊരു കത്തിയുടെ സ്റ്റാൻഡാണ്, കുറച്ചൊരു വെയിറ്റ് ഉള്ള കത്തിയുടെ സ്റ്റാൻഡാണ് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ റൈസൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തതുകൊണ്ട് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അതുപോലെ അതിലുണ്ട്. നല്ലോണം ഒന്നുമില്ല, റൈസൊക്കെ കറക്റ്റ് കുക്കാണ്. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുസ്ക റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നിങ്ങൾക്ക് ഈ റൈസ് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും.